ഇന്നലെ ഈവനിങ് സൂരജ് ഡോക്ടർ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചായയും മേലും കഴുകിയൊക്കെ വേദന. അപ്പോൾ സൂരജ് ഡോക്ടറെ കാണിച്ചപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാബിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ തമിഴ് യൂട്യൂബ് ചാനൽ തോന്നുന്നത് നല്ല ഫുഡ് അടിക്കണതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം റിസൾട്ട് കിട്ടാൻ നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മ അങ്ങനെ പണി കഴിഞ്ഞ് നേരെ വന്ന് ഞങ്ങൾ എടുത്തേക്കായിരുന്നു. ഉമ്മാക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇമ്മ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഉമ്മാനെ ഒറ്റക്ക് വിടണ്ട കുറച്ച് ഇരുട്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് ബസ്സിൽ പോന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഞാനൊരു ബസ്സിന്റെ വീഡിയോ ഇട്ട ടൈമിൽ ഒരുത്തം വന്നങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇജ് ബെൻസിലല്ലേ പോവലെന്ന്. ബെൻസ് അല്ലെങ്കിലും ഇന്റെ കെട്ടിയവനൊരു ബൈക്ക് ഉണ്ട്, അതുപോലെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുള്ളിന്റെ യാത്രയും ലോങ് ഒക്കെ പോകുമ്പോഴാണ് കേട്ടോ ബസ്സിൽ പോവല്. ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ബസ്സിൽ കയറാത്തൊരു ദിവസം പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് കമ്പയർ ചെയ്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അങ്ങാടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇമ്മാൻ്റെ കൂടെ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ തെണ്ടി നടക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ബിന്ദിയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. മിമ്മി ഇമ്മാനെ കണ്ടേക്ക് മീനുണ്ടോയെന്ന് വിചാരിച്ചാണ് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാബു പിന്നെ ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ മുന്നിൽ കാലുമക്കാലും കയറ്റി വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.